നമസ്കാരം. ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ DRDO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യകളിൽ നിർണായകമായ സ്ഥാനമുള്ള ഒന്നാണ് സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ അഥവാ SAAW. സെൻറ്റർ ഫോർ എയറോസ്പേസ് പവർ ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസിൻ്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി ഈ ഗ്ലൈഡ് ബോംബ് ആദ്യമായി ഉപയോഗിച്ചു എന്ന വിവരം പുറത്തു വരികയാണ്. പാകിസ്ഥാനിലെ വ്യോമതാവളങ്ങൾക്കും തന്ത്രപ്രധാന സൈനിക കേന്ദ്രങ്ങൾക്കുമെതിരെ ഭാരതം നടത്തിയ ഈ ആക്രമണത്തിലൂടെ തദ്ദേശീയ കൃത്യതാ ലക്ഷ്യ ആയുധങ്ങളുടെ യഥാർത്ഥ ശേഷി ഭാരതം ലോകത്തിനു മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ശത്രുവിൻ്റെ വ്യോമപ്രതിരോധ തടസ്സങ്ങളെ അതിജീവിച്ച് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്തെറിയാൻ പ്രാപ്തിയുള്ള ഇത്തരം ആയുധങ്ങളുടെ കടന്നുവരവ് ഭാരതീയ വ്യോമസേനയുടെ പോരാട്ട വീര്യത്തെ വലിയ അളവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 125 കിലോഗ്രാം മാത്രം ഭാരമുള്ള SAAW ഒരു ലൈറ്റ് വെയ്റ്റ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രിസിഷൻ ഗൈഡഡ് വെപ്പൺ എന്ന നിലയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രു രാജ്യങ്ങളുടെ റഡാർ നിലയങ്ങൾ, കമാൻഡ് സെൻറ്ററുകൾ, വെടിമരുന്ന് ശേഖരങ്ങൾ, എയർഫീൽഡുകൾ, വിമാന ഷെൽട്ടറുകൾ എന്നിവ അതീവ കൃത്യതയോടെ തകർക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച SAAW വകഭേദത്തിന് 100 കിലോമീറ്ററോളം സഞ്ചാരപരിധി അഥവാ സ്ട്രൈക്ക് റേഞ്ച് ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ശത്രുവിൻ്റെ ഹ്രസ്വ മധ്യദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും സർഫസ് ടു എയർ മിസൈലുകളുടെയും പ്രഹരപരിധിക്ക് പുറത്തുനിന്ന് തന്നെ വിമാനങ്ങൾക്ക് ഈ ബോംബ് തൊടുക്കാൻ സാധിക്കുന്നു എന്നത് ഇതിൻ്റെ സുരക്ഷയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കുന്നു. ഇത് വ്യോമസേനയിലെ പൈലറ്റുമാരുടെയും യുദ്ധവിമാനങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. ഈ വിജയകരമായ പോരാട്ട അരങ്ങേറ്റത്തിന് ശേഷം SAAW ബോംബിൻ്റെ സാറ്റലൈറ്റ് അധിഷ്ഠിത ഗൈഡഡ് വകഭേദങ്ങൾ കൂടുതൽ വിപുലമായി സേനയുടെ ഭാഗമാക്കാനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. നിലവിലുള്ള മോഡലുകൾ ഇനേഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും സാറ്റലൈറ്റ് നാവിഗേഷനും സംയോജിപ്പിച്ചാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നത് എങ്കിൽ പുതിയ സാറ്റലൈറ്റ് അധിഷ്ഠിത വകഭേദം ആയുധത്തിൻ്റെ കൃത്യതയും വഴക്കവും ഇരട്ടിയാക്കും. ഭാവിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന പോർ വിമാനങ്ങളായ സുഖോയ് 30 MKI, LCA, തേജസ്, ജാഗ്വാർ തുടങ്ങിയ പ്രമുഖ വിമാനങ്ങളിൽ ഈ ആയുധം ഘടിപ്പിക്കുന്നതോടെ ഭാരതത്തിൻ്റെ പ്രഹരശേഷി കൂടുതൽ കരുത്താർജിക്കും. ക്രൂയിസ് മിസൈലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ നിർമ്മാണ ചെലവും എന്നാൽ സമാനമായ പ്രഹരശേഷിയും ഉറപ്പു നൽകുന്നു എന്നതാണ് ഗ്ലൈഡ് ബോംബുകളുടെ പ്രധാന സവിശേഷത. ഗുരുത്മ, ഗൗരവ് തുടങ്ങിയ ഗ്ലൈഡ് ബോംബുകൾക്കൊപ്പം SAAW കൂടി സജ്ജമാക്കുന്നതോടെ പ്രതിരോധ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് വലിയ ഊർജമാണ് ലഭിക്കുന്നത്. ചുരുക്കത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിലെ SAAW പ്രയോഗം വെറുമൊരു ആക്രമണം മാത്രമായിരുന്നില്ല, മറിച്ച് ഭാരതീയ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ ആയുധവൽക്കരണത്തിൻ്റെയും തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ വിജയത്തിൻ്റെയും ശക്തമായ തെളിവ് കൂടിയാണ്. പാകിസ്ഥാൻ്റെ അതിർത്തി ഭീഷണികൾ നേരിടുന്നതിൽ ഗ്ലൈഡ് ബോംബുകൾ വലിയൊരു തന്ത്രപ്രധാന മേൽക്കൈ നൽകുന്നുണ്ട്. പാകിസ്ഥാൻ അതിർത്തിയിൽ സ്ഥാപിച്ചിട്ടുള്ള വ്യോമപ്രതിരോധ റഡാറുകൾ, റൺവേകൾ, കമാൻഡ് സെൻറ്ററുകൾ, ഭീകരവാദ താവളങ്ങൾ എന്നിവ ഭാരതത്തിൻ്റെ വിമാനങ്ങൾക്ക് അപകടമുണ്ടാക്കാതെ തകർക്കാൻ ഇതിലൂടെ സാധിക്കും. ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് സമാനമായ സാഹചര്യങ്ങളിൽ ഇത്തരം സ്മാർട്ട് ബോംബുകൾ വിമാനങ്ങളുടെ ജീവഹാനി കുറയ്ക്കുകയും ആക്രമണത്തിൻ്റെ ഫലപ്രാപ്തി ഇരട്ടിയാക്കുകയും ചെയ്യുന്നു. ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ ഹിമാലയൻ പർവ്വതനിരകളിൽ ഈ സംവിധാനം അതിനിർണായകമാകും. ഉയർന്ന പർവ്വതനിരകളിൽ സാധാരണ മിസൈലുകൾക്ക് ദിശ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുള്ള ഇടത്ത് സാറ്റലൈറ്റ്, GPS, ഇനേഷ്യൽ നാവിഗേഷൻ എന്നിവ സംയോജിപ്പിച്ച ഗ്ലൈഡ് ബോംബുകൾ ലക്ഷ്യം തെറ്റാതെ പതിക്കും. ഹിമാലയൻ അതിർത്തിയിലെ ഉയർന്ന ഉയരത്തിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ ഇവയ്ക്ക് കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കാൻ കഴിയും. ചൈനയുടെ സുസജ്ജമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് അതിർത്തിയിലെ ശത്രു ബങ്കറുകൾ, പാലങ്ങൾ, വിതരണ ശൃംഖലകൾ എന്നിവ തകർക്കാൻ ഇത് സഹായിക്കും. സാമ്പത്തിക വശവും പ്രതിരോധ സ്വാശ്രയത്വവും പരിശോധിക്കുമ്പോൾ ഗ്ലൈഡ് ബോംബുകൾ വളരെ ലാഭകരമായ ഒരു ആയുധമാണ്. ബ്രഹ്മോസ് പോലുള്ള അത്യാധുനിക ക്രൂയിസ് മിസൈലുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ ചെലവിൽ ഇവ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ച് തദ്ദേശീയമായി ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് വലിയ കരുത്ത് പകരുകയും ദീർഘകാല യുദ്ധ സാഹചര്യങ്ങളിൽ ഭാരതത്തിന് തടസ്സമില്ലാതെ ആയുധ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും ഭീഷണികൾ ഒരേ സമയം നേരിടേണ്ടി വരുന്ന ഇരട്ടമുന അതിർത്തി വെല്ലുവിളികളിൽ
ഭാരതത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ ഗ്ലൈഡ് ബോംബുകൾ നിർണായകമായൊരു പ്രതിരോധ കവചവും ശക്തമായ ആക്രമണ ആയുധവുമാണ്. DRDO വികസിപ്പിച്ചെടുത്ത ദീർഘദൂര ഗ്ലൈഡ് ബോംബുകൾക്ക് അന്താരാഷ്ട്ര പ്രതിരോധ വിപണിയിൽ വലിയ കയറ്റുമതി സാധ്യതയുള്ളതാണ്. ഭാരതത്തിൻ്റെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങൾക്കും പ്രതിരോധ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നയങ്ങൾക്കും ഇത് വലിയൊരു ഊർജ്ജസ്വലത പകരും. ഗ്ലൈഡ് ബോംബുകൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ ഭാരതത്തിന് ലഭിക്കുന്ന പ്രധാന സാമ്പത്തികവും തന്ത്രപരവുമായ നേട്ടങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ഗ്ലൈഡ് ബോംബുകൾക്ക് വിപണിയിൽ ആവശ്യക്കാർ കൂടുതലാകാനുള്ള പ്രധാന കാരണം അവയുടെ ചിലവ് കുറഞ്ഞ നിർമ്മാണ രീതിയാണ്. വിദേശ നിർമ്മിത സ്മാർട്ട് ബോംബുകളെയോ ക്രൂയിസ് മിസൈലുകളെയോ അപേക്ഷിച്ച് ഭാരതീയ ഗ്ലൈഡ് ബോംബുകൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ലഭ്യമാക്കാൻ സാധിക്കും. ചെറിയ വരുമാനവും എന്നാൽ കാര്യക്ഷമമായ വിമാന വ്യൂഹവുമുള്ള ആഫ്രിക്കൻ, തെക്ക് കിഴക്കൻ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് ഇത് വളരെ ആകർഷകമായൊരു ഓപ്ഷനായിരിക്കും. ഇന്ത്യ നിലവിൽ സഖ്യരാഷ്ട്രങ്ങളായ ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, ആഫ്രിക്കൻ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്നിവരുമായി നല്ല പ്രതിരോധ ബന്ധം പുലർത്തുന്നുണ്ട്. സുഖോയ് 30, മിറാജ്, തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് തുടങ്ങിയ റഷ്യൻ ഭാരതീയ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ലോകരാജ്യങ്ങൾക്ക് ഈ ബോംബുകൾ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയും. ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതിയിലൂടെ ലഭിച്ച അന്താരാഷ്ട്ര വിശ്വാസ്യത ഗ്ലൈഡ് ബോംബുകളുടെ വിപണനത്തിനും വഴിയൊരുക്കും. പ്രതിരോധ കയറ്റുമതിയിൽ നിന്ന് വൻതോതിലുള്ള വിദേശ നാണ്യം രാജ്യത്തേക്ക് എത്തും. നിലവിൽ പ്രതിരോധ കയറ്റുമതിയിൽ വലിയ മുന്നേറ്റം നടത്തുന്ന ഭാരതത്തിന് ഈ ഗ്ലൈഡ് ബോംബുകളുടെ വിൽപ്പന വരുമാനം ഇരട്ടിയാക്കാൻ സഹായിക്കും. കൂടാതെ ഭാരത് ഫോർജ്, അദാനി ഡിഫൻസ് തുടങ്ങിയ കമ്പനികളും നിരവധി ചെറുകിട വ്യവസായങ്ങളും ചേർന്നാണ് ഇതിന് നിർമ്മാണം പങ്കിട്ടെടുക്കുന്നത്. കയറ്റുമതി ഓർഡറുകൾ വർദ്ധിക്കുന്നതോടെ രാജ്യത്തിനുള്ളിൽ തന്നെ 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും തദ്ദേശീയ പ്രതിരോധ മേഖലയുടെ വളർച്ചയ്ക്ക് വഴിയൊരുങ്ങുകയും ചെയ്യും. കേവലം ഒരു ബോംബ് വിൽക്കുന്നതിൽ മാത്രം കയറ്റുമതി അവസാനിക്കുന്നില്ല. അടുത്ത 15 മുതൽ 20 വർഷത്തേക്ക് അവയുടെ പരിപാലനം, സ്പെയർ പാർട്സ് വിതരണം, സോഫ്റ്റ്വെയർ അപ്ഡേഷനുകൾ, പൈലറ്റുമാർക്കുള്ള പരിശീലനം എന്നിവ നൽകുന്നതിലൂടെ ഭാരതത്തിന് തുടർച്ചയായ സാമ്പത്തിക വരുമാനം ലഭ്യമായിക്കൊണ്ടിരിക്കും. ചുരുക്കത്തിൽ സാങ്കേതികമായി മികച്ചു നിൽക്കുന്നതും ചെലവ് കുറഞ്ഞതുമായ ഭാരതത്തിൻ്റെ ഗ്ലൈഡ് ബോംബുകൾ വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര പ്രതിരോധ വിപണിയിലെ പ്രധാന ആയുധങ്ങളൊന്നായി മാറാനും ഭാരതത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ആഗോള സ്വാധീനത്തിനും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒന്നായി മാറും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.